ഓക്കെ, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഷോപ്പ് കീപ്പർ ആണെങ്കിൽ രണ്ട് ഐറ്റം സോൾവ് ചെയ്യാണ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ഐറ്റം ഈസ് ഈക്വൽ ടു ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ സെക്കൻഡ് ഐറ്റം. ആദ്യത്തെ സെല്ലിംഗ് പ്രൈസും രണ്ടാമത്തെ കോസ്റ്റ് പ്രൈസും സെയിം ആണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഏതായാലും ആവശ്യമുണ്ട്. ഈ സോൾഡ് ഫസ്റ്റ് ഐറ്റം അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. അപ്പൊ 20%-ത്തിനാണ് ആദ്യത്തെ ഐറ്റം സെല് ചെയ്തിരിക്കുന്നത്. 20%-ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/5 ആണ്. അതിൽ കോസ്റ്റ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് 5ഉം പ്രോഫിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 1ഉമാണ് ഉള്ളത്. അപ്പോൾ 5 രൂപയുള്ള ഒരു ഐറ്റം 1 രൂപ കൂട്ടി 6 രൂപയ്ക്ക് വിൽക്കണം എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഐറ്റം മറ്റേ ലോസ് ഓഫ് 10%. 10%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/10 ആണ്. അതായത് 10 രൂപയുള്ള ഒരു ഐറ്റം 1 രൂപ കുറച്ച് 9 രൂപയ്ക്ക് വിൽക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഫസ്റ്റത്തെ കേസ് പറഞ്ഞു, സെക്കൻഡത്തെ കേസ് പറഞ്ഞു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ഐറ്റം, ആദ്യത്തെ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസ് ഓഫ് ദ സെക്കൻഡ് കോസ്റ്റ് പ്രൈസും സെയിം ആണെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സെല്ലിംഗ് പ്രൈസും സെക്കൻഡ് കോസ്റ്റ് പ്രൈസും സെയിം ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ സെയിം ആണോ റേഷ്യോയില്? അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ 10ഉം ഇവിടെ 6ഉമാണ്. എനിക്ക് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 30 പോരെ? രണ്ടിനെ 30 പോരെ? അപ്പൊ ഞാൻ ഇതിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 25ഉം ഇവിടെ 30ഉം ആയിട്ട് മാറും. ഇപ്പുറത്തെ കേസിലാണെങ്കിലോ എനിക്ക് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 30ഉം 27ഉമായിട്ട് മാറും. 30ഉം 27ഉമായിട്ട് മാറും. ദെൻ ഓവറോൾ പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് നോക്കുക. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്ര വരും? 55. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് നോക്കുക, 57. ഓക്കെ, അപ്പോൾ 55 രൂപ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുള്ളൂ. എനിക്ക് 57 രൂപ കിട്ടി, 2 രൂപ എക്സ്ട്രാ കിട്ടി. ഇൻറ്റു 100, അതായിരിക്കും ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, 5 വെച്ച് ക്യാൻസൽ ചെയ്യും. 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 20 വരും. ഇവിടെയാണെങ്കിൽ 11 വരും. 40/11. 40/11 ആയിരിക്കും ഫൈനൽ ആൻസർ. 40/11 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം പോകും. 33. ബാക്കി ഒരു 7 വരും. 33 ആൻഡ് 7/11 പ്രോഫിറ്റ് ആയിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.